അമേരിക്കയുടെ വ്യോമസേനയ്ക്ക് ഇറാന്റെ വക എട്ടിന്റെ പണി. അന്തം വിട്ട് ട്രംപും കൂട്ടരും. ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ ആര് എന്ന് ചോദിച്ചാൽ അമേരിക്ക അണ്ണന്മാർ പല്ലിറുമി പറയുമായിരുന്നു അത് ഞങ്ങളാടാ എന്ന്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് കൂടി അധികാരത്തിലിരിക്കുമ്പോൾ മാസ ഡയലോഗുകൾക്ക് പഞ്ഞമുണ്ടാവുന്നുമില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാന്റെ നേർക്ക് വണ്ടിയുമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ ട്രംപ് വിചാരിച്ചത് വെറും രണ്ടാഴ്ച കൊണ്ട് ഇറാനെ പൂട്ടി തിരിച്ചു പോരാമെന്നാണ്. എന്നാൽ കഥ മാറി, കഥാപ്രസംഗവും മാറി. ട്രംപിന്റെയും കൂട്ടരുടെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇറാൻ അവിടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നു. ഇപ്പോൾ യുദ്ധകളത്തിൽ നിന്ന് പുറത്തു വരുന്നത് അമേരിക്കൻ ജനതയെ മാത്രമല്ല ട്രംപിനെ പോലും അന്തം വെടിയിക്കുന്ന ചില ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. അമേരിക്കൻ കോൺഗ്രസ് തന്നെ നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട ആ രഹസ്യരേഖകൾ കാണുമ്പോൾ ആരായാലും തലയിൽ കൈവച്ചു പോകും. പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. ഇറാനെ ഒന്ന് വിരട്ടാൻ പോയ അമേരിക്കൻ വ്യോമസേനയ്ക്ക് അവിടെ കിട്ടിയത് ചില്ലറ പണിയല്ല. ചെറുതും വലുതുമായ ഡ്രോണുകളും അത്യന്താധുനിക യുദ്ധവിമാനങ്ങളും അടക്കം മൊത്തം 42 എണ്ണമാണ് അവിടെ കത്തിച്ചാമ്പലായത്. ഇതിൽ അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ അഹങ്കാരങ്ങളായ ശത്രുക്കൾ പേടിക്കുന്ന F-15, F-35 കൊലകൊല്ലി വിമാനങ്ങളും പെടും. ഇതിനിടയിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ ചില വിമാനങ്ങൾ ശത്രുക്കൾ വെടിവെച്ചിട്ടതാണെങ്കിൽ വേറെ ചിലത് അമേരിക്കൻ സൈന്യം സ്വന്തം കൈകൊണ്ട് തന്നെ ബോംബ് വെച്ച് തകർത്തതാണ്. ഇറാൻ വെടിവെച്ചിട്ട ഒരു വിമാനത്തിലെ പൈലറ്റിന് തപ്പിപ്പോയ അമേരിക്കൻ രക്ഷാപ്രവർത്തകർ ദൂരെ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് പേടിച്ച് ഒടുവിൽ തങ്ങൾ വന്ന കോടിക്കണക്കിന് വിലയുള്ള യുദ്ധവിമാനങ്ങൾക്ക് സ്വന്തമായി തീയിട്ട് ഓടേണ്ടി വന്നു. ഇതിനെയാണ് നമ്മൾ മലയാളികൾ വേലി തന്നെ വിളവ് തിന്നുക എന്ന്, അഥവാ പേടിച്ചു തൂറി എന്നൊക്കെ വിളിക്കുന്നത്. കണക്കുകൾ കാണുമ്പോൾ ട്രംപിന് തലകറങ്ങുന്നു. അമേരിക്കയുടെ അഭിമാനമായ 4 F-15 ഈ സ്ട്രൈക്ക് ഈഗിൾ വിമാനങ്ങൾ തകർന്നതിൽ 3 എണ്ണവും കുവൈറ്റിന് മുകളിൽ വെച്ച് സ്വന്തം സാങ്കേതിക പിഴവ് കാരണം വെടിവെച്ചിടേണ്ടി വന്നതാണത്രേ. ഇനി അത് മാത്രമല്ല, സൗദിയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ സുഖമായി പാർക്ക് ചെയ്തിരുന്ന 6 യുദ്ധവിമാനങ്ങൾക്കും ഇറാന്റെ മിസൈൽ എയർ കിട്ടി പണി പാളിയിരിക്കുകയാണ്. അമേരിക്കയുടെ കണ്ണും കാതുമായി ആകാശത്ത് ചാരപ്പണി നടത്തിയിരുന്ന അവാക്സ് നിരീക്ഷണ വിമാനത്തിനും ഇറാന്റെ വക മിസൈൽ പണി കൃത്യമായിട്ട് കൊണ്ടു. ഇനി അത് പറക്കുമോ എന്ന് ദൈവത്തിനറിയാം. ഇറാന്റെ വ്യോമസേന അത്ര വലിയ സംഭവമൊന്നും അല്ലെന്ന് കരുതിപ്പോയ ട്രംപിന് തെറ്റി. അവരുടെ കയ്യിൽ മിസൈലുകളുടെ ഒരു വലിയ അക്ഷയപാത്രം തന്നെ ഉണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ വെറും 30% മാത്രമാണ് അവർ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി 70% ട്രംപിന് കൃത്യസമയത്ത് കൊടുക്കാൻ വേണ്ടി അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. വിയറ്റ്നാം ഓർമ്മയുണ്ടോ സഖാവെ? പ്രതിരോധ വിദഗ്ധർ ഇപ്പോൾ ചോദിക്കുന്നത് വിയറ്റ്നാം ഓർമ്മയുണ്ടോ എന്നാണ്. പണ്ട് വിയറ്റ്നാമിൽ പോയി തലയും കുത്തി വീണ അമേരിക്കയുടെ അതേ അവസ്ഥയാണോ ഇപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത് എന്നാണ്. യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ മാത്രം അമേരിക്കയ്ക്ക് ഉണ്ടായ ഏകദേശ നഷ്ടം $29 ബില്യൺ. യഥാർത്ഥ നഷ്ടം ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ട്രംപിന് അത്ര സുഖകരമായിരിക്കില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധത്തിന് ഒരു അറുതിയുമില്ല, സമാധാനവുമില്ല. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ ട്രംപിന്റെ കോളറിന് പിടിച്ച് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലയോ പ്രസിഡന്റെ, അത്രയും കാശും കളഞ്ഞ് നമ്മുടെ 42 വിമാനങ്ങളും കത്തിച്ച് അവിടെ പോയിട്ട് നമ്മളിപ്പോൾ എന്താണ് നേടിയത്? ഈ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇപ്പോ ലോക മുതലാളിയായിട്ടുള്ള, ലോക സൈനിക മേധാവായിട്ടുള്ള, ലോകത്തെ ഏറ്റവും സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള, ലോക പോലീസിന്റെ മുതലാളിയായിട്ടുള്ള ട്രംപ്. Different angles. Don't forget to subscribe and support this channel.